നമ്മള് ഇതിലൂടെ സ്ലൈഡ് ചെയ്ത് ട്രൈ ചെയ്യാൻ പോവാണ്. അടുത്തൊരു വണ്ടി ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത് കാണാം. കിഡ് ആവുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ നമ്മളുടെ മണാലി യാത്ര ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ കറന്റ് ഇപ്പോൾ കാശ്മീർ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബസ് പിടിച്ചിട്ടാണ് മണാലി പോകുന്നത്. ഡൽഹിയില് തണുപ്പ് ഓക്കെയാണ്, പക്ഷെ അതുപോലെ നമ്മളിപ്പോൾ മണാലിക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അൺസർട്ടനിറ്റിയുടെ ഇടയിലാണ്. ബിക്കോസ് നമുക്കറിയാം മണാലി ഇപ്പം ഹെവി സ്നോഫോളും ആണ്. അപ്പം ബസ് ഇവിടത്തോളം പോകുന്നുണ്ടെന്ന് അറിയില്ല. മേ ബി ബസ് കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്ക് ആവും. അവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രക്ക് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. ലെറ്റ്സ് സീ. ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ മണാലി എത്തിയിരിക്കുകയാണ്. മണാലി എത്തിയിട്ടില്ല. മണാലിയിൽ നിന്ന് ഒരു 19 കിലോമീറ്റർ ബാക്കിലാണ്. ബിക്കോസ് ബസ് ഇവിടെ വരെ വരുള്ളൂ. അവിടേക്ക് ബ്ലോക്കും മഞ്ഞും കാര്യമായിട്ട് നമുക്കിനി അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ 4x4 വണ്ടി വരണം, അല്ലെങ്കിൽ നമ്മളുടെ ട്രാവലർ വരണം. ഇതാണ് നമ്മുടെ സ്ഥലം. കൊള്ളാം. ബസ്സുകളൊക്കെ പാർക്ക് ചെയ്താണ്. ഇത് കാണുന്നതാണ് ആപ്പിൾത്തോട്ടം. നമുക്ക് മുകളിൽ ചെറിയ സ്നോഫോളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു അടുത്തുള്ളൊരു കടയിൽ വന്നതാണ്. ഇവിടെ ഫുൾ ഓഫ് സ്വീറ്റ്സ് ഒക്കെ ഉള്ള മണാലി സ്വീറ്റ്സ് ഒരു സ്ഥാപനമാണ്. ഫുൾ ഓഫ് വെറൈറ്റി സ്വീറ്റ്സ് ആണ് ഗൈസ്. ഒരു കൈൻഡ് ഓഫ് വടയാണ്. ഇവിടുത്തെ ആളുകൾ സബ്ജി കറിയൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഗൈസ്. നമ്മൾ പറഞ്ഞ ചായ വന്നിട്ടുണ്ട്. നമ്മള് ചായ കുടിക്കാൻ പോവാണ്. സോ നല്ല ടേസ്റ്റ് ഗൈസ്. ചൂട് ചായ. ഉള്ളിലൊക്കെ നമ്മളെ ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇവിടുന്ന് ഇനി മണാലിക്ക് ഈ ഒരു ട്രാവലറിൽ ആ ഒരു വണ്ടിയിലാണ് പോകുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ബസ്സുകളൊന്നും മണാലിയിലേക്ക് പോകുന്നില്ല. റോഡൊക്കെ ഒത്തിരി സീനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗൈസ്. ഇപ്പം എന്തായാലും നമ്മളെ സാധനങ്ങളൊക്കെ ട്രാവലറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നൊക്കെ ചായ കുടിച്ച നല്ല ചായ ആയിരുന്നു ഗൈസ്. മണാലി സ്വീറ്റ്സ് ആൻഡ് ബേക്കേഴ്സിന്റെ ചായ. അപ്പോൾ നമ്മളെ മണാലിക്കുള്ള ഡ്രൈവ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. മണാലി എത്തുന്നതിന് മുമ്പ് തന്നെ ഗൈസ് അത്യാവശ്യം ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ബ്ലോക്കിലാണുള്ളത്. ഫുൾ ബ്ലോക്ക്. നമ്മളെ വണ്ടി ഇതാണ്. ഫുൾ ബ്ലോക്കിലാണുള്ളത്. നേരത്തെ പോലെ തന്നെ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നമ്മള് വണ്ടി അവിടെ വെച്ചിട്ട് ബാക്കി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്ന സമയത്ത് കണ്ട ഏറ്റവും മോശമായിട്ടുള്ളൊരു സാധനം കാണിച്ചത് ഗൈസ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോവാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇതുപോലത്തെ പ്ലാസ്റ്റിക്സ് ആണ് ഇങ്ങനെ വലിച്ചെറിയാണ്. ബിക്കോസ് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിനെ ഏറ്റവും വൃത്തികേടാക്കുന്ന പരിപാടിയാണ് ശരിക്കും ഇത്. നമ്മളൊരു സ്ഥലം കാണാൻ വന്നാലും ആ സ്ഥലത്തിനെ കുറച്ചെങ്കിലും വൃത്തിയായിട്ട് കീപ്പ് ചെയ്യേണ്ടത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും ബ്ലോക്കിൻ്റെ ആൾക്കാർ നടന്ന സമയത്ത് വലിച്ചെറിഞ്ഞ സാധനങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതിനുള്ള കുപ്പിയാണ്. ഇനി മഞ്ഞിൻ്റെ അകത്ത് കിടന്നിട്ട് ലാസ്റ്റ് മൊത്തം വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കാൻ വരുന്നൊക്കെ ഫൈൻ. അതിനപ്പുറത്ത് ഈ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ വൃത്തികേടാക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ട്രൈ ടു ബി എ റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ഗൈസ്. പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആണത്. ബസ് ഫുൾ ഐസായി ഗൈസ്. പ്ലാസ്റ്റിക് ആളുകളൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ട് പോവാണ് ഗൈസ്. കാറുകളൊക്കെ മഞ്ഞിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ബസ് വരുന്നുണ്ട്. ഈ മാരുതി 800 മഞ്ഞിലൊക്കെ കുടുങ്ങിയത് ബസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇഫ് എനിത്തിങ് ഹാപ്പൻസ്. ഈ മഞ്ഞിൻ്റെ അകത്തൂടെയാണ് ഗൈസ് ബസ് വരുന്നത്. ഇതിൽ ഏറ്റവും മഞ്ഞിൻ്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഐസ് ആണ്.
ഈ ഇങ്ങനെ ഉറച്ചു കിടക്കുന്ന മഞ്ഞാണ് മെയിനായിട്ട് ഇവിടെ ഈ സ്റ്റേഷൻസിൽ ആക്സിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടയറൊക്കെ പ്ലേ സ്കിഡ് ആവുന്നുണ്ട്. ടാറ്റൻ്റെ വണ്ടിയാണ് ഗൈസ്. ആളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി ഫുള്ള് ബ്ലോക്കായിട്ട് നടക്കുന്നില്ല ഗൈസ്. ഹിമാചൽ പ്രദേശിലെ ഓട്ടോറിക്ഷ വീണാനെ. ഇപ്പൊ തൽക്കാലം അവര് വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മാത്രം സൈഡിൽ നിന്നൊക്കെ മഞ്ഞ് നീക്കുകയാണ്. റോഡിൽ നിന്നൊക്കെ മഞ്ഞ് നീക്കുകയാണ്. സൈഡുകളിൽ ഇപ്പോഴും ഫുള്ള് മഞ്ഞാണ്. ഈ വേസ്റ്റിന്റെ വലിയൊരു സാധനം കാണിച്ചല്ലേ. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് കല്ല് തട്ടി കളിക്കുമ്പോൾ നമ്മളിതിലെ മഞ്ഞ് തട്ടിട്ടാണ് നടക്കുന്നത്. മഞ്ഞ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ സഫൽ ഡാബ എന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ ഡാബ. എന്തോ സ്മെല്ലുണ്ട് ഗൈസ്. എന്തോ സാധനം പുകച്ചുണ്ട്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഇതൊക്കെ നമ്മളെ സ്റ്റുഡൻസ് ആണ്. നമ്മളെ കോളേജ് ചെയർമാൻ ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരം ആൾക്കില്ല. ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. വളരെ സൽസ്വഭാവിയും ഡൗൺ ടു എർത്ത് ആണ്. നമ്മളെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്. നമ്മളിപ്പോ മണാലി ചങ്ങനക്കള അടിപൊളി ഹോട്ടലാണല്ലോ. ഇതൊന്നല്ല, ഇതിന്റെ ബാക്കിലേ നമ്മൾ ലോജാ. ഈ കാട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു ഡ്യൂക്ക് ബൈക്കാണ്. ഫുള്ള് മഞ്ഞിൽ പുതച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഹൽഷോ ഇതാണ് നമ്മളെ റൂം. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. നോ വി ആർ ഗോയിങ് ഔട്ട്. നമുക്ക് പുറത്തേക്ക് പോകണം. ഇതാണ് നമ്മളെ ഹോട്ടൽ കേട്ടോ. നമ്മുടെ റൂം ഇതാണ്. ഇതൊക്കെ ഫുൾ സാധനമൊക്കെ വലിച്ചു വരിട്ടാണ്. റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചിടാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ നമ്മള് സാധാ ഭക്ഷണ രീതികളൊന്നുമില്ല. ഹോട്ടലിൽ പോയി കഴിക്കാൻ നമ്മൾ ഒരു 2-3 കിലോമീറ്റർ നടക്കും, എന്നിട്ട് ഫുഡ് കഴിക്കും. ഭക്ഷണം പോയി ഫുൾ നടക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാ നമുക്ക്. നമ്മളിപ്പം ഹിമാചലിലെ ഗല്ലികളിലൂടെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നത്. ഗല്ലി വെച്ചാ അടുത്തുള്ള വീടുകളിലൂടെ, മണാലിയുടെ ഒരു റൂറൽ സൈഡിലുള്ള വീടുകളിലൂടെയാണ് നമ്മളിപ്പം, അതെ മണാലിയിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ മഞ്ഞാണ് ഗൈസ്. ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ കളിക്കുന്നത് ഗൈസ്. കുട്ടികൾ കളിക്കുന്നു. ഇന്നത്തെ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിട്ട് വരാം. ഹായ് ഹായ് ബോലോ. यूट्यूब चैनल मैं बहुत बढ़िया यूट्यूबर इन केरला. हाय बोलो. यू फेमस 1 million सब्सक्राइबर. വീഡിയോ എടുക്കാൻ മറന്നുപോയി സാറേ. നമ്മള് ഇതിലൂടെ സ്ലൈഡ് ചെയ്ത് ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മള് സ്റ്റുഡൻസ് ട്രൈ ചെയ്യുന്നുണ്ട്. വിലാചേട്ടാ അടുത്ത നെക്സ്റ്റ് ആണ് സാർ അടി ഉണ്ടാക്കിയിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. നമുക്ക് ഭായിനോടൊരു നന്ദി പറഞ്ഞിട്ട് മൂവ് ചെയ്യാം. ഭയ്യാ താങ്ക് യു. आपका नाम क्या है? ശങ്കർ. ഇപ്പൊ ശങ്കർജിയാണ് നമുക്ക് ഈ ഒരു റൈഡ് അറേഞ്ച് ചെയ്ത് തന്നത്. ശങ്കർജിയോട് നന്ദി പറഞ്ഞ് നമ്മൾ പോവാണ്. താങ്ക് യു മച്ചാൻ. ഇയാൾക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാ സൈസിലെ മൂക്ക് സോക്രുവൽ ഗൈസ്. നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് കയറ് വലിക്കുന്നത്. പാവം ഉണ്ടാവും. ഹായ് ബ്രോ. You tapped your vehicle here, right? I'm stuck here, bro. How many days you have been here? There is no place. I guess it's been 10 to 15 days we are here. Okay. Actually, there was a carnival. Oh. So You just came for that? you came when? I mean, you came for the carnival? Yeah, we came for the carnival. Okay. Actually, We had event over here Okay. for that, and now we are stuck over here because of all this snow. Yeah. You can ask some help from the locals, no? I don't know if they will help. I mean, maybe they will charge for some money, but you can
Leave from here now. I asked from one person, he charged for 5,000. Oh, okay. Man, give me a bill, sir, I will do it all my own. Yeah, or else you can rent some tools from here. Then. I was going to see the tools, but I don't know where to find them. Okay, so guys, ഇവരൊരു 10-15 ദിവസമായിട്ട് ഇവിടെ സ്നോയില് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഇവരൊരു കാർണിവൽ വന്ന. Yeah, I'm doing vlog. You have a YouTube channel? Yeah. What's the name? The historian. Yeah. No, I'm just starting, beginner. Yeah. So. We will share it. Yeah, sure. Thank you. Yeah, അവരുടെ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് ബീൻ 10-15 ദിവസമായി ഇവരിങ്ങനെ കുടുങ്ങിയത്. അപ്പോൾ ഇവരുടെ ലോക്കൽസിൻ്റെ ഹെൽപ്പൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഏകദേശം ഒരു എത്രയാ 5,000 അടുത്തൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവർ അവരുടെ വടിയും സാധനമൊക്കെ എടുത്തിട്ട് ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മണാലിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഷ് റിയാലിറ്റിയാണ് ഇതുപോലത്തെ ഇൻസിഡൻസ് കുടുങ്ങുക എന്ന് പറയുന്നത്. സോ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇതും കൂടെ ഒക്കെ മൈൻഡിൽ കാണണം. മേ ബി നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സമയത്ത് എന്ത് ചെയ്യും, സ്റ്റക്കായിട്ടൊക്കെ നിൽക്കേണ്ടി വരും. സോ അത്രയും ദിവസങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ട് വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അവരെ വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി അവരോട് സംസാരിച്ചായിരുന്നു. ഈ കണ്ണടയും മാസ്ക് കൂട്ടാനുള്ള മെയിൻ പ്രശ്നമാണ്. ഇതിനകത്ത് ഫോഗ് നിറഞ്ഞിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. പക്ഷേ ഈ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന വെച്ചാൽ വെറുതെ ഷോക്ക് ഇടുന്നതല്ല, ഈ ഐസിൻ്റെ അകത്ത് സൺലൈറ്റ് അടിച്ചാൽ കണ്ണിന് ഭയങ്കര ബ്രൈറ്റ്നസ് വരും. അപ്പോൾ കണ്ണിന് വെള്ളം വന്ന് കണ്ണിനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനും ഇഞ്ചറിയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. ഗൈസ്, അടുത്തൊരു വണ്ടി ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക്. ഹലോ ഗൈസ്, അപ്പം അതുപോലെ കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ടുള്ള കാര്യമാണ് എൻ്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത്. ആക്ച്വലി റൈറ്റ് നോ ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കിതയ്ക്കുന്ന ഒന്നുകൊണ്ടല്ല ഗൈസ്, അത്യാവശ്യം ആൽറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം ഓക്സിജൻ സർക്കുലേഷൻ കുറച്ച് കുറവാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറവാണ്. അപ്പം നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത് ദാഹിക്കില്ല, ഫുള്ള് തണുപ്പായതുകൊണ്ട് അപ്പോൾ വെള്ളത്തിന് ദാഹിക്കുന്നത് കുറവായിരിക്കും. അപ്പം ദാഹം വരാണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ സർക്കുലേഷൻ കുറയുകയും ഓക്സിജൻ സർക്കുലേഷൻ കുറയുകയും ബ്ലഡ് എല്ലാ സ്ഥലത്തും എത്താതിരിക്കുന്ന സിറ്റുവേഷനും വരും. ഇപ്പോഴാണ് നമ്മൾ കിതയ്ക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ MES അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി കയറേണ്ട സ്ഥലം കാണിച്ചില്ല ഗൈസ്. ഉച്ചയ്ക്ക് ചോറ് നമ്പുക. ചോറ് തിന്നണമെങ്കിൽ നമ്മൾ കല്ലും മുള്ളും മലകളും താണ്ടി വേണം ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. ഇതൊരു തോട്ടിൻ്റെ അടുത്തുനിന്നാണ്. ഞാൻ മുകളിൽ പോയിട്ട് കുറച്ചുകൂടെ നല്ല വ്യൂ ഇട്ടാണ് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ സ്നോ ആണ് കേട്ടോ. ചാപ്പായി പോകാനുള്ള സാധ്യത, നമ്മളിങ്ങനെ സ്നോയിൽ നടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴിയിലൊക്കെ വീണിട്ട് ചാപ്പായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മളെ ചെറിയ വാട്ടർഫാൾ കേട്ടോ. നമ്മളധികം അങ്ങോട്ട് പോകുന്നില്ല. താഴെ വീണിട്ട് വെറുതെ എന്തിനാണ് ഒരു മരണം സംഭവിപ്പിക്കുന്നത് അല്ലേ ബ്രോ? നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കോട്ടെ. എങ്ങനെ ഇന്നത്തെ മുകളിലുള്ള മഞ്ഞില്ലേ, ഇതുപോലത്തെ മുകളിലത്തെ മഞ്ഞ കേട്ടോ. അത് വീണ് സീന് മോച്ചാൻ പറഞ്ഞത് നമ്മൾ റാൻഡംലി ഇങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ താഴെ ഇരിക്കുന്ന സമയത്ത് കസേരയിൽ ഇരുന്ന ഒരാള് അപ്പം വീണ സമയത്ത് എന്ത് സംഭവിച്ചു, മഞ്ഞ് മെൽറ്റായിട്ട് കട്ട അങ്ങനെ തലയിൽ വീണിട്ട് ആള് മരിച്ചുപോയി. അപ്പം സ്നോയ്ക്ക് ഒരുപാട് ഫൺ സൈഡ് ഉണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് ഡാർക്ക് സൈഡും സ്നോയ്ക്ക് ഉണ്ട്. നമ്മൾക്ക് സീൻ കണ്ടില്ല. വീണ്ടും വേസ്റ്റ് ഗൈസ്. ഇത് ഇഷ്ടാവില്ല കേട്ടോ. മനസ്സന്നാട്ടെ, എന്താ പറയാ, സംഭവം ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിനൊരു കുളിരാണ് ഗൈസ്. ഹലോ ഭയ്യ, ഹായ്. അപ്പം ഇതെന്തോ അപ്പിട്ടുണ്ട് ഗൈസ്. ഹായ്, മൈൻഡ് ചെയ്തില്ല ഗൈസ്. താങ്ക് യു. ഇപ്പൊ പറഞ്ഞോ. താങ്ക് യു. ഞാൻ ചമ്മി പോയി ഗൈസ്. പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ. നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വീണു ഗൈസ്. മഞ്ഞിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം നമ്മൾ 1-2 ദിവസം വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമുള്ള കാര്യമായിരിക്കും മഞ്ഞ് കാണാതൊക്കെ. പക്ഷെ ഇവിടെ ഡെയിലി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ മഞ്ഞിൽ സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ലൈക്ക് മനുഷ്യൻ്റെ എസെൻഷ്യൽ നീഡ്സ് ആയിട്ടുള്ള വെള്ളം പോലും ഫ്രോസൺ ആയി പോകും. അപ്പം അതൊക്കെ നമ്മളപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കാത്തത് നമുക്ക് വലിയ പ്രശ്നമായി തോന്നില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി എടുത്ത് ഇതിന് മേലെ ഹഡിംബ ടെമ്പിളിലൊക്കെ എടുത്തായിരുന്നു.
അപ്പൊ അവിടെ ഫുള്ള് മഞ്ഞ് വീണിട്ട് വെള്ളവും ഇലക്ട്രിസിറ്റി ഒക്കെ പോയി. അപ്പൊ അവിടെ പോയ ടോയ്ലറ്റ് ഒക്കെ വെള്ളമൊക്കെ ഫ്രോസൺ ആയി. അപ്പൊ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് വേറൊരു റൂമിലേക്ക് താഴോട്ട് വന്നത്. നമ്മുടെ നാട്ടിൽ റോഡിലൊക്കെ കാണുന്ന സാധനം ഇവിടെ എന്തിനാ വെച്ചെങ്കിൽ മനസ്സിലായി. നമ്മുടെ വണ്ടി പോകുന്നതായിരിക്കും എന്ന് വിചാരിക്കും. ബൈക്കൊക്കെ ആയിരിക്കില്ല പോകുന്നുണ്ടാവുക. അല്ല കേട്ടോ, അല്ല ബൈക്കല്ല, കാറ് പോകുന്നുണ്ട്. അവിടെ മുറ്റത്ത് കാറോ കാണുന്നുണ്ട്. പിള്ളേരൊക്കെ എവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് എടുത്ത് സംസാരിച്ച് പോയിട്ട് എവിടെ എത്താത്ത അവസ്ഥയാണ്. ഒരു ബുദ്ധിസ്റ്റ് സംഭവമാണ്, മൊണാസ്ട്രി. അവരുടെ ചെറിയ എന്തോ ഒരു പ്രാർത്ഥനാ കേന്ദ്രമോ സംതിങ് എന്തോ ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അല്ല, ഈ ഒരു പാറയുടെ സൈഡിൽ ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് എന്തൊക്കെയോ എഴുത്തുകളുണ്ട്. ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേപ്പാളി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആണോന്ന് അറിയില്ല. പക്ഷെ ഇറ്റ്സ് ഗുഡ്. നല്ല ഭംഗിയുണ്ട്. ഇത് പാറ അത് കൊത്തുപണി പോലെ ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ ഇവിടെ കുറെ ആൾക്കാർ ഇതുപോലെ കാണിച്ചിരുന്നു. നമ്മളെ പുഴേന സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെ കല്ലുകൾ അട്ടിക്ക് വെച്ചിരുന്നത്. നിങ്ങൾ റിലീജിയസ് ഭാഗമായി ചെയ്താണെന്ന് അറിയില്ല. ഇതുപോലെ ഈ പാറേന്റെ സൈഡിലൊക്കെ അവർ ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ബുദ്ധന്റെ ഒരു ശില്പം പോലെ ഉണ്ട്. മറ്റേ ഇങ്ങനെ ഉളി കൊണ്ട് കൊത്തിയെടുത്താട്ടോ. ഇവിടെ ലെറ്റേഴ്സൊക്കെ പെയിന്റ് ചെയ്തതല്ല, ഈ കൊത്തുപണികളായിട്ട് ചെയ്തതാണ്. ഈ ടിബറ്റൻ ഫ്ലാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന സാധനമാണ്. നമുക്കിനി താഴോട്ടാണോ പോകേണ്ടത് അല്ലെങ്കിൽ മേലോട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് താഴെയാണ് അങ്ങാടി കാണുന്നത്. നമുക്ക് എന്തായാലും താഴോട്ട് പോയി നോക്കാം. ഒന്ന് താഴെ നല്ല വ്യൂ ആണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട്. നല്ല പ്രറ്റി വ്യൂ ആണ്. നമ്മള് കുങ്കുമപ്പൂ നോക്കാം കേട്ടോ. ആള് ഫ്രഷ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, തന്നുണ്ട്. ആ തരാം. ആദ്യം വ്ലോഗ് എടുക്കുന്നു. മഞ്ഞിട്ടു Water എന്തോ slowly all melt. Natural case. ഓക്കെ. അപ്പൊ ആള് പറഞ്ഞ വെച്ചാല് ഈ നാച്ചുറൽ ഒറിജിനൽ കുങ്കുമപ്പൂ ആണെങ്കിൽ ഈ മഞ്ഞുമായിട്ട് വെക്കണം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വെള്ളമാവെന്ന് പറയുന്നുണ്ട്. ഇത് നല്ല മണം കേട്ടോ കുങ്കുമപ്പൂവിന്റെ. കറക്റ്റ് കുങ്കുമപ്പൂവിന്റെ മണം ഗൈസ്. കുങ്കുമപ്പൂവിന്റെ മണം. അത് കുങ്കുമപ്പൂവിന്റെ മണമാണ്. 1 minute. ഓക്കെ. This and backside smell. Any smell? No smell. നോ സ്മെൽ. അപ്പൊ മണമൊന്നുമില്ല കേട്ടോ. This and back. മണമൊന്നുമില്ല. Pack. ആ Pack. ആ This and ആ ഓ rub. Breathe in, breathe out. Breathe in, breathe out. ബ്രീത്തിങ് നമ്മളെ ബ്രീത്ത് ചെയ്തിട്ടാണെന്ന് ചെയ്യാന്ന് പറയാൻ നമ്മൾ കൈ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക കേട്ടോ. Tell me through. യെസ്, സ്മെൽ. ഇപ്പം കൈ മണക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കൈ ഒന്നും ആക്കില്ല. പക്ഷെ ഇവിടെ ഇതിനിങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവിടെ സ്ക്രബ് ചെയ്ത് സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ക്രബ് ചെയ്ത് തരുമോ? Breathe in, breathe out. ബ്രത്തും കാണിച്ചിരിക്കും കേട്ടോ. സ്ക്രബ് ചെയ്യുന്നുണ്ട്. സ്മെല് ചെയ്തു. കുറച്ചേ കിട്ടിയുള്ളൂ. Atai? स्मेल ये ओरिजिनल है ना? Yes. इसको कितना होगा? 300 rupees. 300. 3 gram. നമുക്കിപ്പോൾ എന്തായാലും വാങ്ങുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വാങ്ങാൻ വിചാരിക്കുന്നത്. അത് ഫുള്ള് മെൽറ്റ് ആയിട്ടോ. അത് Original all melt. Oh Artificial. my god. ആള് പറയുന്നത് വെച്ചാല് ഒറിജിനൽ ആണെങ്കിലാണെങ്കിൽ മെൽറ്റ് ആവുക, ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ മെൽറ്റ് ആവില്ല എന്ന് പറഞ്ഞത്. എന്തായാലും അപ്പം നമ്മൾ വാങ്ങുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി ചെറു ബാർഗിങ് ചെയ്തിട്ട് എല്ലാവരും കൂടെ കളർ ഉണ്ട് ഇതിന്. ചെറിയൊരു മഞ്ഞ കളർ പോലത്തെ. Natural. थैंक यू भाई. हमें अभी नहीं परचेज करते. थैंक यू. आपका नाम क्या? സോറി. ഓ आपका नाम क्या है? Vijay. വിജയ്. താങ്ക് യു ഭായി. അല്ല മിസ്സേ സാറേ ഇതിലെ നാട്ടിലെവിടെയാ? ഞങ്ങൾ കോഴിക്കോടാണ്. വടകര. ഓക്കെ. ഇത് കോളേജാ? ആ, BEd കോളേജ്. ഞങ്ങൾ MES കോളേജ്. ഹായ് ഭയ്യ. കോൺ ഭയ അവിടെ നിന്ന് കോൺ ചുട്ടുന്നാണ് ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനുള്ള കടയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സൂരജ് ദാബ. ഇവിടെയാണ് നമ്മൾ. ഹലോ ഭയ്യ നമ്മളെ ഭയ്യൻ്റെ കടയാണ്. ആ ഗൈസ്, ഞാനും നോക്ക് ഗൈസ്. ഇതേതാ ബ്രീഡ്? അക്ഷയ ചിന്ന സാധനം. ഹായ്. ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയി മറച്ചു വെച്ച നാഥനെ. അതാ പറഞ്ഞേ. അത് ഹിമാചൽ ഒരു സത്യമായിട്ട്. നമ്മുടെ നാട്ടില് നമ്മള് 50,000 25,000 ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന നായ്ക്കൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സ് അതന്നെ. സൈസാട്ടോ. 50 രൂപ ഉണ്ട്. നല്ല കണ്ണുകളുടെ. അതിന്റെ പേരൊന്നും അറിയില്ല. പക്ഷെ ചിന്ന സാധനം കേട്ടോ. ഹായ്. സൈസ് നായ. ഇപ്പം ഹിമാചലിന് മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോ എവിടെ ട്രെക്കിങ്ങിന് പോകണമെങ്കിൽ ഇതുപോലെ ഒരു ഡോഗ് നമ്മളെ കൂടെ ഭയങ്കര സ്നേഹമായിട്ട് ഇവർക്ക്. നമ്മളിപ്പോ ഒന്നും ഒരു പാർലേജിന്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്താലും ഇവര് നമ്മളെ കൂടെ ഫുള്ള് ട്രെക്കിങ് കഴിയുന്ന വരെ ഇങ്ങനെ ഒരു കുഞ്ഞു ദാബാണ് ഗൈസ്. പക്ഷെ കൊള്ളാം. ഇവിടെ നമ്മൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ നമ്മള്
ഓരോ സ്ഥലത്ത് മനുഷ്യൻ ജീവിക്കണം. എല്ലാ സ്ഥലത്തോട്ട് നമ്മൾ 5 സ്റ്റാർ സെറ്റപ്പ് ആണെന്ന് പറയാൻ പാടില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ, അഡോപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഭയ്യാണ് അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്. ഹായ് ഭയ്യ. നല്ല ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ പിള്ളേരും ടീച്ചേഴ്സൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞു. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. നമ്മളിപ്പോൾ ഫുഡ് നോക്കി നമ്മളിവിടെ ഓർഡർ ചെയ്യുന്നത് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഏകദേശം സെയിം ടേസ്റ്റ് കിട്ടും ഫ്രൈഡ് റൈസ്. ഇപ്പൊ നമ്മള് ചൈനയിൽ പോവാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഏകദേശം സെയിം ടേസ്റ്റ് കിട്ടും. പക്ഷെ ബാക്കി ബിരിയാണി ആണെങ്കിൽ ബാക്കി എല്ലാ ഫുഡും ആ ഒരു റീജിയണൽ ഫ്ലേവേഴ്സിന്റെ ആഡ്. പക്ഷെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സെയിം ടേസ്റ്റ്. അപ്പൊ നമ്മളിവിടെ ഫ്രൈഡ് റൈസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ചൂട് ഫ്രൈഡ് റൈസ് വന്നിരിക്കാൻ നമ്മളവിടെ കഴിക്കാൻ കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാണ്. അങ്ങനെ നമ്മളിപ്പം ഹഡിംബ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ മണാലി വന്ന വേറെ മെയിൻ പ്രശ്നമായിട്ട് നമ്മുടെ ചാർജ് ഇങ്ങനെ ഡ്രെയിനായി പോകുന്ന ഓവർ തണുപ്പായാലും നമ്മളെ ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആവും. ഈ ഒരു ഹഡിംബ ടെമ്പിളിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം 1553 മഹാരാജ ബഹദൂർ ആണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വേറെ ഒരു ഭയങ്കര ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പലത്തില് സാധാരണ അമ്പലത്തിൽ കാണുന്ന പോലെ വിഗ്രഹങ്ങൾക്ക് പകരം ഒരു പഥോടോ എന്ന് പറയുന്ന മരത്തിന്റെ തടി തീർത്തൊരു സാധനം, അതുപോലെ തന്നെ ഒരു ശില്പവും, അതുപോലെ ദേവിയുടെ കാൽപാദം പതിഞ്ഞു വിശ്വസിക്കുന്ന വലിയൊരു പാറക്കല്ലിനെയാണ് ഇവിടുത്തെ ആളുകൾ ആരാധിക്കുന്നത്. അപ്പം മറ്റുള്ള ഒരുപാട് അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനം നമുക്ക് ഈ ഒരു ഹഡിംബ ടെമ്പിളിൽ കാണാം. അപ്പം 1553 അത്രയും വർഷം പഴക്കിയ അമ്പലമാണെന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. ഈ ഒരു അമ്പലത്തിന്റെ ബാക്കിയുള്ള സ്റ്റോറി കുറച്ച് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ മഹാഭാരതമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സാധനം കൂടിയാണ് കേട്ടോ. ഞാൻ ശരിക്കും ഇപ്പൊ ഹഡിംബ ടെമ്പിളിൽ ഇരുന്ന് കുറച്ചോട്ട് മേലോട്ട് കയറി വന്നാണ്. ഇവിടെ ഇപ്പൊ ശരിക്കും ആരുമില്ല കേട്ടോ. മോളെലോൺ ഹഡിംബ ടെമ്പിളിൽ അവിടെ ഫുള്ള് ക്രൗഡാണ്. ഞാൻ ജസ്റ്റ് ക്രൗഡില്ലാത്തൊരു സ്ഥലം തിരഞ്ഞു വന്നാണ്. ഓക്കെ, സോ പ്രിറ്റി. ആൻഡ് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഇങ്ങനെ ഫുള്ള് സ്നോ വീണ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് നല്ല തന്നെയാണ്. ഇതെന്റെ ഒരുപാട് കാലത്തെ ഡ്രീമാട്ടോ. മരത്തിന്റെ മുകളിൽ ഇവിടെ കുഴി കാണുന്നത്. അപ്പൊ നമുക്ക് കുഴിയില്ലാത്ത സ്ഥലത്തൂടെ മാറി നടക്കാം. എന്റെ ഷോക്സിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ മഞ്ഞ് കയറി കേട്ടോ. നല്ല തണുപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഇങ്ങനെ ഉള്ളൊരു മരം പിടിച്ച് കുലിക്കണം എന്നുള്ളത്. നമ്മള് നാട്ടിൽ നിന്നൊക്കെ വെള്ളം കൊണ്ട് ഒരുപാട് കുലുക്കിണ്ടാവും. സ്നോയില് നമുക്ക് അങ്ങനെ കുളിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഈ മരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്നോ ഒന്ന് കുലുക്കി തള്ളിടാൻ ശ്രമിക്കുകയാണ്. So cute guys. അയ്യോ, ഇതിന്റെ മുളക്ക കുഞ്ഞു കുഞ്ഞു മഞ്ഞുകളുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് 23-ാം തീയതി പെയ്യുന്ന മഞ്ഞിന്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഒക്കെ ഉള്ളത് കേട്ടോ. അതിൽ ഷോയ ഫ്രഷ് മഞ്ഞാണ് ഗൈസ്. കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ നമ്മളൊന്നുകൂടെ ആഗ്രഹം തീർക്കാം. നൈസ്. അയ്യോ, നല്ല ആണ്ട് കേട്ടോ ഇവിടെ. മഞ്ഞൊക്കെ കാണാം. പുട്ടൊക്കെ മുങ്ങുന്നുണ്ട് കേട്ടോ. സീനാണ് ഗൈസ്. കുഴിയില് സാപ്പ് ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ ഇവിടുന്ന് ഹിമാലയൻ ട്രഡീഷണൽ ഡ്രസ്സസ് ഒക്കെ കോസ്റ്റ്യൂം റെന്റിന് എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവിടെ ഇത് എല്ലാവരും തന്നെയാണ് കേട്ടോ ഫോട്ടോഷൂട്ടിലാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മള് ഹഡിംബ ടെമ്പിളിൽ പോയിട്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയി. ഫുഡ് കഴിച്ചിട്ട് തിരക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ മണാലിയിൽ ഇപ്പൊ -3 ക്ലൈമറ്റ് വരുന്നത്. നല്ല തണുപ്പുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ കഴിച്ചു. ബൈ.